ആദ്യം തന്നെ നമ്മൾ ഡിസ്കോഡ് ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് ഈ പ്ലെയറിൻ്റെ ബേസിൻ്റെ ലിങ്ക് കിട്ടുന്നത് ഈ സെർവറിലാണ്, ഫൈൻഡ് ദിസ് ബേസ് എന്ന് പറഞ്ഞ സെർവറിലാണ്. സോ സെർവറിൻ്റെ പ്രൊഫൈൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് സെർവർ. സോ അവിടെ ബേസ് സ്കാനിങ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്, ബേസ് സ്കാനിങ്. സോ ബേസ് സ്കാനിങ് ചാനൽ സെർച്ച് ഓപ്ഷൻ ഞെക്കിയിട്ട് അവിടെ /base link DM എന്നടിക്കുക. അപ്പോൾ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഏത് ഇമേജാണെന്ന് വെച്ചാൽ ഇമേജിൽ ഞെക്കുക. സോ എന്നിട്ട് നമ്മൾ സെൻഡ് കൊടുക്കുമ്പോൾ ആ ഇമേജ് ഏത് ബേസാണെന്ന് വെച്ചാൽ ആ ബേസിൻ്റെ ഡിഫറെൻറ്റ് ലിങ്ക്സ് ഓരോരുത്തർ ഇട്ടാണ് നമ്മുടെ DM വരും, ഡിസ്കോഡിൽ DM വരും. സോ നമ്മുടെ ടോപ്പിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് ഇത്ര റിസൾട്ട് കിട്ടി, ഇത്ര റിസൾട്ട് ആ ബേസിൻ്റെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടോ, ടോപ്പിൽ വന്നേക്കണമെന്നുണ്ടോ, ഫൗണ്ട് 50 റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ വന്നു. സോ ഡിഫറെൻറ്റ് ലിങ്ക്സ് നമുക്ക് കിട്ടും. ബേസ് ലിങ്ക് DM എന്ന് പറഞ്ഞാൽ / യൂസ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ. സോ വിസിറ്റ് സെലക്ട് ചെയ്താൽ നമ്മുടെ ഇങ്ങോട്ട് പോകും, നമ്മുടെ ഗെയിമിലേക്ക് പോയി അത് കോപ്പി ആവും ബേസ്. സെക്കൻഡ് തന്നെ വെറും /base link എന്ന് അടിച്ചിട്ട് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ആ ഡിസ്കോഡിലുള്ള എല്ലാവർക്കും നമ്മൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. സോ അത് അവോയ്ഡ് ചെയ്യാനാണ് ബേസ് ലിങ്ക് DM എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്. സോ ബേസ് ലിങ്ക് DM എന്ന് പറഞ്ഞാൽ ആർക്കും നമ്മൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റില്ല. സോ വെറുതെ ബേസ് ലിങ്ക് എന്ന് അടിച്ചാൽ ആ സെർവറിലുള്ള എല്ലാവർക്കും നമ്മൾ ഇതുപോലെ ബേസ് സെർച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ബേസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്ത ബേസിൻ്റെ ലിങ്കൊക്കെ അവർക്കും കിട്ടും, മാക്സ് ആണ്. സോ അതാണ് ബേസ് ലിങ്കും ബേസ് ലിങ്ക് DMൻ്റെയും വ്യത്യാസം. ഓക്കെ, സോ അടുത്തത് സിൽവർ ക്ലാഷ് സർവീസ് എന്ന് പറഞ്ഞൊരു ഡിസ്കോഡിൻ്റെ ഒരു സെർവറാണ്. സോ ഇതാണ് സെർവറിൻ്റെ പ്രൊഫൈലൊക്കെ. സോ അതിൽ ലെജൻഡ് ട്രാക്കർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അവിടെ പോയിട്ട് /legend സെർച്ച് എന്ന് അടിക്കുക. സോ നമുക്ക് ടാഗ് കൊടുക്കാൻ ഓപ്ഷൻ വരും. ഇപ്പോൾ ഏത് പ്ലെയറിൻ്റെ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടാഗ് കൊടുത്താൽ ഇതുപോലെ ഡീറ്റെയിൽസ് വരും. സോ ഇപ്പോൾ ഞാൻ എൻ്റെയാണ് കൊടുത്തേക്കുന്നത്. സോ എൻ്റെ ഇന്നത്തെ അറ്റാക്ക്, ഇന്നത്തെ ഡിഫെൻസ് ഇതൊക്കെ വന്ന്. സോ ഇതാണ് എൻ്റെ ഓരോ സ്റ്റാറ്റസ് ഇന്നത്തെ. സോ /legend സെർച്ച് എന്ന് കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ അത്രയും വരുന്നത്. സോ ഇത് ഇനി നമുക്ക് നമ്മുടെ ഈ മാസത്തെ ഫുൾ ആണെന്നുണ്ടെങ്കിൽ /legend days player എന്നോ /legend days എന്ന് കൊടുക്കണം. സോ പ്ലെയർ ടാഗിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ പ്ലെയർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് വരും. എന്നിട്ട് നമ്മുടെ പ്രീവിയസ് ഡേ ഓർ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനെ വിളിച്ച് ഞെക്കിയാൽ നമ്മുടെ ഈ മാസത്തെ ഫുൾ ഇങ്ങനെ വരും. അറ്റാക്ക്, അതുപോലെ തന്നെ ഡിഫെൻസ്, എല്ലാ ഡീറ്റെയിൽസും വരും. സോ ഇതാണ് നമ്മുടെ ഈ മാസത്തെ കാണിച്ചിരിക്കുന്ന സ്റ്റാറ്റസ്. സോ അടുത്തത് ഫ്രണ്ട്ലി വാർസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ 5 years ടൗൺ ഹാൾ 17 ഫ്രണ്ട്ലി വാർ കളിക്കുക ടീമിനെ കിട്ടാനുള്ള സെർവറാണ്. സോ ഇവിടെ 5 years ടൗൺ ഹാൾ 17 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അവിടെ ചെല്ലുക, ജസ്റ്റ് നിങ്ങൾ ക്ലാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുക. സോ അവിടെ ഫ്രണ്ട്ലി വാർ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാനിലേക്ക് ഓട്ടോമാറ്റിക്കലി റിക്വസ്റ്റ് വരും, ഇതുപോലെ ഫ്രണ്ട്ലി വാർ കളിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് അവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഇത്ര ടൈമിലേ കളിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുക. സോ അവർ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക. സോ ബൈ ഗൈസ്.